കളമശ്ശേരി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ യുണൈറ്റഡ് നേഷന്റെ ഗ്ലോബൽ സ്കൂൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആക്ടിവിറ്റികളുടെ ഭാഗമായി മലയാറ്റൂർ വനമേഖലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിത്തുകളകൾ നിക്ഷേപിച്ചു. ഗ്ലോബൽ സ്കൂൾ അംഗങ്ങളായ കുട്ടികൾ സ്കൂളിൽ വച്ചു തന്നെ ദന്തപാല, വാളൻപുളി, നെല്ലി, ആഞ്ഞിലി തുടങ്ങിയവയുടെ വിത്തുകൾ മണ്ണും വളവുമായി ചേർത്തു കുഴച്ചു 500-ൽ പരം ഉരുളകളുണ്ടാക്കിയാണ് വനത്തിൽ എത്തിച്ചേർന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഈ പ്രദേശത്തു എത്തുന്നത് എന്ന് ഡെപ്യൂട്ടി RFO കൃഷ്ണകുമാർ കെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. രാജഗിരി സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ കാരക്കാട് സ്റ്റേഷൻ്റെ വനത്തിൽ സീഡ് ബോൾ എറിയുന്നതിന് തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ സീഡ് ബോളിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആവശ്യമില്ല, എല്ലാവരും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കേൾക്കും. അത് 1700-കളിലാണ് വെസ്റ്റ് ആഫ്രിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇട്ട് കഴിഞ്ഞാൽ അതിൽ മറ്റുള്ള മൃഗങ്ങളോ ഇല്ലെങ്കിൽ മറ്റുള്ള ജീവികളോ ആ വിത്തിന് കേടുവരാതെ മണ്ണിൽ തന്നെ അത് ഊന്നിറങ്ങി അത് ഓട്ടോമാറ്റിക് തയ്യാറായിട്ട് വലുതാവുന്നതാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും ആശംസിക്കുന്നു. സീഡ് ബോൾ നിക്ഷേപിക്കുന്നതിലൂടെ ആഫ്രിക്കയിലും ജപ്പാനിലുമെല്ലാം എങ്ങനെയാണ് വനവൽക്കരണം നടത്തുന്നത് എന്ന് BFO മനു VM വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി. പ്രിൻസിപ്പാൾ ഫാദർ ടോമി കൊച്ചലഞ്ഞിക്കൽ, ഹെഡ്മിസ്ട്രസ് മരിയ സക്കറിയ, ഗ്ലോബൽ സ്കൂൾ പ്രവർത്തനങ്ങളുടെ അധ്യാപികയായ ഡോക്ടർ ജെം ജോസ്, PTA അംഗങ്ങൾ, 10ഓളം വരുന്ന വനപാലകരുടെ സംഘം എല്ലാവരും ഒത്തുചേർന്ന പ്രകൃതിക്ക് ഒരു കൈത്താങ്ങായി സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിച്ചു.